ഈ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റ് തുന്നം പാടുമെന്നും പകരം INDA മുന്നണി ഭരണത്തിൽ വരുമെന്നും വ്യാപകമായ പ്രചരണങ്ങളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടുവരുന്നത്. ഇത് ഈ BJP അല്ലെങ്കിൽ സംഘപരിവാർ അണികൾക്കിടയിലും വലിയൊരു ആശങ്ക അല്ലെങ്കിൽ സംശയം സൃഷ്ടിക്കുന്നുണ്ട്. ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. സ്വാഭാവികമായി നമുക്ക് അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF എത്ര സീറ്റ് നേടുമെന്ന് ചോദിച്ചാൽ അവർ പറയും 4 or 5 സീറ്റ് നേടിയേക്കുമെന്ന്. ഒരിക്കലും 20 സീറ്റ് നേടുമെന്ന് അവർ പറയാറില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ LDFന് കിട്ടിയത് 1 സീറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 or 5 സീറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും എന്ന ഒരു കണക്കിലാണ് അവർ പറയുന്നത്. എന്നാൽ കേരളത്തിലെ ജനം ചിന്തിക്കേണ്ടത് LDFും UDFും കേന്ദ്രത്തിൽ ഒന്നാണെന്നും ഒരു മുന്നണിയുടെ ഭാഗമാണെന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ സേഫ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതാണ്. കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഒരുപക്ഷെ കോൺഗ്രസിന് MPമാരൊക്കെ മറുകണ്ഠം ചാടുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. പക്ഷേ CPMന് അങ്ങനെ പോകില്ല എന്നൊരു ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് അവർക്കല്ലേ വോട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം അവർക്ക് കഴിഞ്ഞ തവണ 1 സീറ്റാണ് ലഭിച്ചത്. ആ 1 സീറ്റിൽ നിന്ന് 4 or 5 സീറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ കിട്ടും എന്നാണ് അവരുടെ അനുഭാവികൾ പോലും പ്രതീക്ഷിക്കുന്നത്. ഇതേ ലോജിക്ക് തന്നെ നമുക്ക് കേന്ദ്രത്തിലും ആയിക്കൂടെ. ഏതായാലും ആ ലോജിക്കിലേക്ക് പോകുന്നില്ല. നമുക്ക് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതായത് നാളെ 96 സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചെറിയ ചിത്രം തരാം. അതിൽ നിന്ന് തന്നെ ഏകദേശ ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നാളെ നടക്കുന്ന 96 സീറ്റുകളിൽ 2009 കോൺഗ്രസ് തനിച്ച് നേടിയത് 50 സീറ്റായിരുന്നു. അതായത് 10 സീറ്റ് ഒഴികെ, ഈ 96-ൽ 10 സീറ്റ് ഒഴികെ 86 സീറ്റും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളും കൂടിയാണ് നേടിയത് 2009. അതിൽ കോൺഗ്രസ് മാത്രം 50 സീറ്റ് നേടി. എന്നാൽ 2014 വന്നപ്പോൾ കോൺഗ്രസ് കേവലം 3 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. 2019 വന്നപ്പോൾ കോൺഗ്രസ് 6 സീറ്റ് വന്നു. ഇനി BJPയുടെ നില അവിടെ പരിശോധിക്കാം. 2009 BJPക്ക് ലഭിച്ചത് ഈ 96-ൽ 10 സീറ്റാണ്. 2014 എത്തിയപ്പോഴേക്കും അവർക്ക് ലഭിച്ചത് 38 സീറ്റും 2019 എത്തിയപ്പോഴേക്കും അവർക്ക് 42 സീറ്റുമായി ഉയർത്താൻ പറ്റി. ഇത് BJPയുടെ മാത്രം കണക്കാണ്, അവരുടെ സഖ്യകക്ഷികളുടെ അല്ല. ഈ തെരഞ്ഞെടുപ്പ് നടന്ന അവർ കഴിഞ്ഞ തവണ 42 സീറ്റ് കിട്ടിയെടുത്താണ് ഇപ്പോൾ നാളെ നടക്കുന്ന 96 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന് ലഭിച്ചത് വെറും 6 സീറ്റ്. ഇനി മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ 1, 2, 3 ഈ 3 ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേജർ പോർഷൻ കളിക്കുന്ന ആ ഒരു മുന്നണിയായിരുന്നു. അതായത് കോൺഗ്രസ് ആണ് വലിയേട്ടൻ. ഈ 3 ഘട്ടത്തിലും കോൺഗ്രസ് വലിയേട്ടനും ബാക്കിയുള്ള പാർട്ടികൾ അതിൻ്റെ സഖ്യകക്ഷി ജൂനിയർ പാർട്ട്നേഴ്സായിട്ട് വരുന്ന, തമിഴ്നാട് ഒഴിച്ച് ബാക്കിയുള്ളത് ജൂനിയർ പാർട്ട്നേഴ്സായിട്ട് വരുന്ന ഒരു രീതിയിലാണ് മത്സരമെങ്കിൽ ഇപ്പോഴതിൻ്റെ ട്രെൻഡ് മാറിയിരിക്കുന്നു. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു മെയിൻ റോളിലേക്കല്ല. കാരണം സമാജ്വാദി പാർട്ടി, RJD, YSR കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് അങ്ങനെയുള്ളവർക്കാണ് ഇനി വലിയ റോളുകൾ കിട്ടിത്തുടങ്ങുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിൻ്റെ കളിയൊക്കെ 3-ാം ഘട്ടം കൊണ്ട് തീർന്നു. അതായത് കോൺഗ്രസും BJPയും ഒക്കെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന് മെജോറിറ്റി ഉള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു ലീഡിങ് പവർ ഉണ്ടായിരുന്ന ആ മുന്നണി സംവിധാനത്തിലുള്ള കളിയൊക്കെ ഈ 3 ഘട്ടം കൊണ്ട് തീർന്നു. അവിടെ തന്നെ BJPക്കാർ പറയുന്നത്, അല്ലെങ്കിൽ BJPയുടെ ഒരു വിശകലനം തന്നെ അവർ 200 സീറ്റോളം നേടുമെന്നാണ്. അത്രയും നേടിയില്ലെങ്കിൽ പോലും അതിനടുത്ത് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും എന്ന് കരുതി BJP പഴയ കുതിപ്പ് നടത്തില്ല എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ ഉണ്ട് താനും. അതൊരു യാഥാർത്ഥ്യവുമാണ്. അത് എവിടേക്കാണ് ഈ NDA സഖ്യത്തിന്, BJP എന്നല്ല എന്ന് പറയുന്നത്, NDA സഖ്യം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കാരണം കൂടി ഞാൻ വിശദമാക്കി തരാം. NDA സഖ്യത്തിന് സീറ്റ് കുറയുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് മഹാരാഷ്ട്രയാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം NDAക്ക് നൽകിയ മഹാരാഷ്ട്രയിൽ ഇത്തവണ NDA സഖ്യം വലിയ രീതിയിൽ മുന്നേറത്തില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ മഹാരാഷ്ട്രയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറും. വലിയ നേട്ടം ഉണ്ടാക്കുന്നത് BJP മാത്രമായിരിക്കും. കാരണം BJPയുടെ സഖ്യകക്ഷിയായ ശിവസേന, അതായത് ഷിൻഡെ വിഭാഗത്തിന് ശിവസേന, ആ ഷിൻഡെ വിഭാഗത്തിന് ശിവസേനയിൽ നേതാക്കന്മാരാണ് കൂടുതൽ, അണികൾ കുറവാണ്. കാരണം അവർക്ക് ബേസ് ഇല്ല എന്ന് BJP തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജ് താക്കറെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അലയൻസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ രാജ് താക്കറേക്ക് നിയമസഭയിലേക്കാണ് താല്പര്യം. നിയമസഭ മുതൽ അലയൻസിൽ പോകാമെന്ന ഒരു പ്ലാനാണ്. അതായത് രാജ് താക്കറെയും ഈ ഷിൻഡെയും കൂടി ലയിപ്പിച്ചുകൊണ്ടൊരു ശിവസേനയ്ക്കാണ് BJPയുടെ പ്ലാൻ. അതെന്തുമായിക്കൊള്ളട്ടെ. ഏതായാലും മഹാരാഷ്ട്രയിൽ അവർക്ക് സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം BJP അല്ല, BJPയുടെ കൂടുതലുള്ള സഖ്യകക്ഷിയാണ്. അതായത് ശിവസേനയ്ക്ക് ഇപ്പോൾ പഴയ പവറില്ല. അത് 2 ആയിട്ട് പിരിച്ചിരിക്കുന്നു. ഒന്ന് ഉദ്ധവിൻ്റെ കൂടെയും മറ്റൊന്ന് ഷിൻഡെയുടെ ഒപ്പവുമാണ്. താനയ്ക്ക് അപ്പുറത്ത് ഷിൻഡെയ്ക്ക് വളർച്ചയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. ഏതായാലും അവിടെ സീറ്റ് കുറയുന്നത് BJPയുടെ അല്ല,
പകരം ഈ ശിവസേനയുടെയും മറ്റും ആയിരിക്കാം എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. മറ്റൊന്ന് കർണാടകയാണ്. കർണാടകയിൽ സ്വാഭാവികമായി സീറ്റ് കുറയുമെന്ന് ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ BJPക്കാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ നേടിയ 25 സീറ്റിൽ നിന്ന് 1-2 സീറ്റുകൾ കുറയാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJPക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ് ആ സീറ്റിൻ്റെ വ്യതിയാനത്തിന് കാരണം. ഒരുപക്ഷെ പറയാൻ കഴിയില്ല അവസാന നിമിഷത്തിൽ അത് എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഏതായാലും രാജസ്ഥാനിൽ സീറ്റുകൾ കുറയും. കഴിഞ്ഞ തവണ 25 നേടിയെടുത്ത് ചിലപ്പോൾ 1-2 സീറ്റുകൾ കുറയാനുള്ള സാധ്യത BJPയും വിലയിരുത്തുന്നുണ്ട്. ബീഹാറിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ മഹാരാഷ്ട്രയുടെ സമാനമായ സാഹചര്യമാണ്. BJPക്കല്ല സീറ്റ് കുറയുന്നത്, സഖ്യകക്ഷികളായ JDUവിന് സീറ്റ് കുറയാനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട്. കാരണം ഈ നിതീഷ് കുമാറിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള മറുകണ്ഠം ചാട്ടലും കൈവിട്ട കളികളും ഒപ്പം തന്നെ ഈ ജാതി പ്രീണനത്തിന് വേണ്ടിയിട്ട്, അതായത് ലല്ലുവിൻ്റെ പാർട്ടിയിൽ പോകുമ്പോൾ പറയുന്ന കാര്യമല്ല തിരിച്ചു വരുമ്പോൾ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില കളികളിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയോടുള്ള ചില നീരസങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് പിന്നിൽ അടിയുറച്ചു നിന്ന കുർമി വിഭാഗത്തിൻ്റെ നീരസവുമെല്ലാം JDUവിന് ആ തെരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടി ഉണ്ടായേക്കാം. കാരണം 40-ൽ 39 കഴിഞ്ഞ തവണ നേടിയെങ്കിൽ അത്രയും പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഈ സീറ്റ് കുറയുമ്പോൾ, ഇവിടെയൊക്കെ കുറയുന്നത് 1-2 സീറ്റുകളാണ് ഈ കുറയുന്നതെങ്കിൽ അത് മേക്കപ്പ് ചെയ്യുന്ന മറ്റു ചില സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് ഒഡീഷയാണ്. 21 ലോക്സഭാ സീറ്റാണ് ഒഡീഷയിലുള്ളത്. കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത് 8 സീറ്റുകളാണ്. ഇത്തവണ BJP അതിൻ്റെ ഇരട്ടി നേടും എന്ന് തന്നെയാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ കേവലം 4 സീറ്റുകളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ആ 4 സീറ്റ് BJPക്കാർ പറയുന്നത് 10-12 ഒക്കെ ലഭിക്കും എന്നാണ് പറയുന്നതെങ്കിൽ പോലും അത് കുറഞ്ഞത് 7 ആയി ഉയരുക തന്നെ ചെയ്യും. പശ്ചിമ ബംഗാളാണ് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ 42 സീറ്റുണ്ട്. നിലവിൽ BJPക്ക് 18 സീറ്റാണുള്ളത്. അതേ വർദ്ധിക്കും എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ആ സീറ്റ് 22 25 ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന മഹാരാഷ്ട്രയിലും കർണാടകയിലും രാജസ്ഥാനിലും ബീഹാറിലും BJPക്ക് പറയുന്ന സീറ്റെണ്ണം ആ സീറ്റെണ്ണത്തിനേക്കാൾ കൂടുതൽ മറ്റ് ഈ പറയുന്ന ഒഡീഷയിലും തെലുങ്കാനയിലും ബംഗാളിൽ നിന്നും ആ പാർട്ടിക്ക് കിട്ടുന്നതോടുകൂടി അത് മേക്കപ്പ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യം, കേരളവും തമിഴ്നാടുമൊന്നും കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും BJPക്കോ NDAക്കോ നൽകാഞ്ഞിട്ട് പോലും അവരുടെ അംഗബലം 394. അതായത് ഇപ്പോൾ പോരാടുന്ന മോദിയും സഖ്യകക്ഷികളുടെയും കൂടെ ശക്തി അല്ലെങ്കിൽ അവരുടെ സീറ്റിൻ്റെ പിൻബലം എന്ന് പറയുന്നത് 394. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളിത് ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ LDF എത്ര സീറ്റ് നേടുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 5-6 സീറ്റൊക്കെ നേടിയേക്കും. 20 സീറ്റെന്ന് നമ്മൾ പറയുന്നില്ല, 15 സീറ്റെന്ന് പറയുന്നില്ല, 10 പോലും നമ്മൾ പറയുന്നില്ല. അതിന് കാരണം കഴിഞ്ഞ തവണ LDF നേടിയ 1 സീറ്റാണ്. അങ്ങനെയെങ്കിൽ 394 സീറ്റുള്ള BJP അല്ലെങ്കിൽ NDA, കാരണം ആ BJPക്ക് തനിച്ച് 303 ഉണ്ട്, BJPയും സഖ്യകക്ഷികളും കൂടെ 358 ഉണ്ട്. YSR കോൺഗ്രസും ബിജു ജനതാദളും എല്ലാ കാലവും BJPയുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ തന്നെയാണ്. അകത്തല്ല എന്നുള്ളതേ ഉള്ളൂ, അവർ സഖ്യകക്ഷികൾ തന്നെയാണ്. അവർക്ക് 35 സീറ്റുണ്ട്. ഇതും വടക്കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു പാർട്ടി കൂടി ചേർന്നിട്ടാണ് 394 സീറ്റ് BJPക്കുള്ളത്. ആ 394 സീറ്റും പ്രതിപക്ഷത്തിൻ്റെ അതിൻ്റെ പകുതിയുള്ള സീറ്റും തമ്മിലാണ് ഇപ്പം മത്സരം നടക്കുന്നത്. അതായത് കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ആ പാർട്ടിക്ക് ഒരു മെജോറിറ്റി ഉണ്ടാകണം. ആ ഒരു പാർട്ടിക്ക് കരുത്തുണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് സഖ്യകക്ഷികളോട് ചേരുമ്പോൾ ഭരിക്കാൻ കഴിയും. ഇവിടെ എവിടെയാണ് കോൺഗ്രസ് ഈ സീറ്റുകൾ വാരിക്കൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കോൺഗ്രസിനെ മുൻകാലങ്ങളിൽ നിലനിർത്തിയിരുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇന്ന് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തവണ, അതായത് 2019 കോൺഗ്രസിന് കിട്ടിയത് വട്ടപൂജ്യമാണ്. BJPക്കും വട്ടപൂജ്യം തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇത്തവണ BJP അവിടെ TDPയും ജനസേനയുമായി സഖ്യമുണ്ടാക്കി മുന്നേറ്റം നടത്തുന്നുണ്ട്. അത് തന്നെയുമല്ല, ഇനി TDPയും ജനസേനയും ഒന്നും അവിടെ ജയിച്ച് കയറിയില്ലെങ്കിൽ പോലും ജയിക്കുന്ന YSR കോൺഗ്രസുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി പഴയതുപോലെ മുൻപോട്ട് പോകാൻ അവർക്ക് കഴിയും. തെലുങ്കാനയൊക്കെ കോൺഗ്രസിനെ അകപടിഞ്ഞ് സഹായിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ആ സീറ്റുകളേറെയും കൊണ്ടുപോയത് BRS ആണ്, ചന്ദ്രശേഖർ റാവുവിൻ്റെ. ഇത്തവണ BRS വലിയ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും BJP നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെയൊക്കെ നിന്നാണ്, അതായത് മുൻപ് കോൺഗ്രസിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2009 കോൺഗ്രസിനെ ഭരിക്കാൻ സഹായിച്ചത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 96 സീറ്റുകളായിരുന്നു. ആ 96-ൽ 86 നേടിക്കൊണ്ടാണ് കോൺഗ്രസും സഖ്യകക്ഷികളും കൂടെ അധികാരത്തിൽ വന്നത്. അതായത് കോൺഗ്രസിന് മാത്രം 2009 50 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിന് ഈ 96 സീറ്റിൽ ആകെ ഉള്ളത് 6 സീറ്റ് മാത്രമാണ്. BJPക്ക് തനിച്ച് ഈ 96-ൽ 42 സീറ്റുണ്ട്, അവരുടെ സഖ്യകക്ഷികളുടെ വേറെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണ് ഈ സീറ്റുകൾ കുറയുന്നതെന്ന് മാത്രം ഈ അവലോകനം നടത്തുന്നവർ പറയുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഓരോ സംസ്ഥാനത്തും BJPക്ക് സീറ്റ് കുറയാൻ സാധ്യതയുള്ളതും കൂടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായ കണക്കാണ് പറഞ്ഞത്. ഈ മറ്റ് മാധ്യമങ്ങൾ അത് എവിടെയാണ് കുറയുന്നതെന്ന് മാത്രം പറയുന്നില്ല.
ഏതായാലും ഞാൻ തമിഴ്നാടും കേരളവും പറയുന്നതേ ഇല്ല, ഒരു സീറ്റ് പോലും പറയുന്നില്ല. അവിടെ കിട്ടിയാൽ ഒരു ബോണസ് എന്ന് മാത്രമേ കൂട്ടാൻ കഴിയൂ. ഈ കണക്കുകൾക്കിടയിൽ എവിടെയാണ് BJP തകരുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നത്. പറയുമ്പോൾ കൃത്യമായി ഇന്ന സംസ്ഥാനത്ത് BJP തകർന്നടിയും, ഇല്ലെങ്കിൽ അവർക്ക് ഇത്ര സീറ്റ് കുറയുമെന്ന്. ഇവിടെ നമ്മൾ അവലോകനം ചെയ്തിരിക്കുന്നത് കൃത്യമായ സീറ്റിൻ്റെ എണ്ണം വെച്ച് തന്നെയാണ്. ഇതുതന്നെയാണ് ന്യൂസിനെ വളർത്തുന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.